കോട്ടയം മെഡിക്കൽ കോളേജിൽ മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത്. ആൽവിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. ആൽവിൻ, മോർച്ചറിക്ക് മുന്നിലടക്കം പ്രതിഷേധം കാണുന്നുണ്ട്, പന്തം കൊളുത്തി പ്രതിഷേധമൊക്കെ. ഏത് തരത്തിലാണ് അവിടെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്? ഇപ്പോൾ പോലീസുമായി ചില പ്രവർത്തകർ വാക്കേറ്റം നടത്തുന്നതും മറ്റും കണ്ടിരുന്നു. എന്താണ് നിലവിലത്തെ സ്ഥിതി? ലക്ഷ്മി, വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഈ കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബിന്ദുവിൻ്റെ മൃതദേഹം അല്പം മുമ്പാണ് ആംബുലൻസുമായി ഇവിടുന്ന് കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും പ്രതിഷേധവുമായി കോൺഗ്രസിൻ്റെ അടക്കം പാർട്ടി പ്രവർത്തകർ എത്തുകയായിരുന്നു. ഇപ്പോൾ പന്തം കൊളുത്തിയുള്ള ഒരു പ്രകടനമായി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ആശുപത്രിക്കുള്ളിലേക്ക്, കവാടത്തിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ഇവിടെയുണ്ട്. എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയാണ്, കുടുംബത്തിലെ അംഗമാണ്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ബോഡി കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ, ബോഡി കൊണ്ടുപോകാൻ കുടുംബത്തിന് എതിർപ്പുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പൂർത്തിയാക്കണം എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് അതിനെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അദ്ദേഹത്തിന്റെ അവരുടെ കുടുംബത്തിലെ അംഗം ബന്ധു വേട്ടക്കാരോടൊക്കെ വേട്ടയാടുകയും വേട്ടമൃഗത്തോടൊപ്പം വേട്ടയാടാനായിട്ട് അഭിനയിക്കുകയും ചെയ്യും. നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള അനാസ്ഥ പറ്റിയെന്നുണ്ടല്ലോ ഈ മരണം സംഭവിച്ചത്. ഈ വന്ന എന്റെ കുഞ്ഞമ്മയ്ക്ക് യാതൊരു അസുഖമില്ലാതെ വന്ന ഒരാളാണ്. ഈ ഒരു മരണം ഇവിടെ സംഭവിക്കുന്നത് ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ടാണല്ലോ ഈ കെട്ടിടം പൊളിഞ്ഞു വീട്. അതിന് ഗവൺമെന്റ് ഞങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റും നടത്തിയിട്ടില്ല. രാവിലെ തൊട്ട് ഞാനിവിടെ ഉണ്ട്. ഇത് സംഭവം കിട്ടിയപ്പോൾ തൊട്ട് ഞാനിവിടെ, ബോഡി കിട്ടുമ്പോൾ തൊട്ട് ഞാനിവിടെ ഉണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ആൾക്കാരും നമ്മുടെ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. ഞാനിനി ഈ കുട്ടികളെ കൊണ്ട് ഞാനിനി എന്താ ചെയ്യണം? അതിനൊരു തീരുമാനം വേണമല്ലോ. ഇത് മനുഷ്യരല്ലേ, മരിച്ചത് മനുഷ്യരല്ലേ. ആ കുടുംബത്തിലെ അംഗം അവരുടെ കുടുംബത്തിന്റെ കൺസേൺ പറയുവാൻ ഒരു വാക്ക് ആ ബോഡിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ വാഹനത്തിന് മുന്നിൽ വന്ന് പറയാൻ പോയപ്പോൾ അത് പോലീസ് എങ്ങനെ നേരിട്ടു എന്ന് കണ്ടു. ഞങ്ങളാരും ഞങ്ങളെ ബലപ്രയോഗം നടത്തി. ഒരു കാര്യം സർക്കാരിനോട് പറഞ്ഞേക്കാം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, വയനാട്ടിലെ സ്ഥിതി ഈ കുടുംബത്തിന് ഞങ്ങൾ അനുവദിക്കത്തില്ല. നിങ്ങൾ ആ പറഞ്ഞത്, ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാലിക്കാതെ ഞങ്ങൾ പിന്നോട്ട് പോകത്തില്ല എന്ന് സർക്കാരിനോട് ശക്തിയുക്ത പറയുക. ബലപ്രയോഗം ചെയ്ത് കണ്ടില്ലേ? ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങളാരും അവിടെ തടസ്സപ്പെടുന്നതോട് നടത്തിയല്ല, പക്ഷെ എന്നോട് ബലപ്രയോഗം നടത്തിയ ഈ പോലീസ് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ മേൽ കുതിര കയറിയല്ലേ. ആ കുടുംബത്തിലെ വലിയ നഷ്ടം സംഭവിച്ചിരുന്ന കുടുംബത്തിലേക്ക് കൈ വളച്ചു തിരിക്കുക ആ പയ്യന്റെ. ആംബുലൻസ് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം. ആംബുലൻസ് തടയുന്നില്ല. ഞാൻ പറയാൻ വന്നത്, ആ കുടുംബം ഇന്ന് ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞ് അത് സമ്മതിപ്പിച്ച് കൊണ്ടുപോയാണ്. പക്ഷെ സർക്കാർ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ബോധപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു, ഞങ്ങൾക്കൊരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ആ വാക്ക് പറയാൻ പോലും പോലീസ് സമ്മതിച്ചിട്ടില്ല. പോലീസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്. അതുകൊണ്ടാണ് കുടുംബത്തിലെ അംഗത്തോട് പോലും മര്യാദ കാണിക്കാതെ പെരുമാറിയത്. ഇത് ശരിയല്ല. അത് സർക്കാർ ഓർത്തു വെച്ചാൽ മതി. ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാകും. കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഇത് രാഷ്ട്രീയം നിങ്ങൾ കാണണ്ട. പക്ഷേ ഇവിടെ മറുപടി കിട്ടിയേ മതിയാകത്തുള്ളൂ. വയനാട് നമുക്കറിയാം, ചൂരൽമല, മുണ്ടക്കൈ, ഒരു വീട് പോലും ഈ സർക്കാർ വെച്ചിട്ടില്ല. പക്ഷേ ഈ കോട്ടയത്ത് ഈ മെഡിക്കൽ കോളേജ് വെച്ചിൽ ഒരു അമ്മ മരിച്ചപ്പോൾ അമ്മയ്ക്ക് നീതി നേടിക്കൊടുക്കുവാൻ ഞാനടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളും ആ കുടുംബത്തോട് നിൽക്കും. ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സർക്കാർ തയ്യാറാവും. അത്രേ മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് ഞങ്ങള് ആ കുടുംബത്തിന് വേണ്ടി ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രം മതി. ആ കുട്ടിക്ക് ജോലി, ആ കുട്ടിക്ക് ദത്തെടുക്കുന്ന ചികിത്സാ സഹായം,
3,40,000 രൂപ കൊടുക്കണം. ഒപ്പം ആ കുട്ടിക്ക് ജോലി കൊടുക്കുക. അത്രേ പറഞ്ഞുള്ളൂ. അത് വീണ്ടും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സർക്കാർ കേട്ടേ മതിയാകത്തുള്ളൂ. കേൾക്കാൻ ഞങ്ങൾ പിന്നോട്ടില്ല. മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് അവരെ ആരും കാണാതൊക്കെയാണ് പോയത്. മുഖ്യമന്ത്രി ആരെയും കണ്ടില്ല, സംഭാഷണം സന്ദർശിച്ചില്ല. അത് പുതിയ കാര്യമല്ല. അത് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ ഒരു മനസ്സാക്ഷിയില്ലാത്ത പ്രവർത്തനം. ഞങ്ങൾ അവിടെ നിന്നേ ഉള്ളൂ. ആ വണ്ടിയുടെ മുന്നിൽ നിന്നപ്പോൾ ഞങ്ങളെ ഇടിച്ചു മാറ്റുവാനുള്ള ശ്രമമാണ് ആ വണ്ടി ഡ്രൈവറും അതിന്റെ കൂടെ എനിക്ക് സഹായം ശ്രമിച്ചത്. അപ്പോൾ എന്താണ് ഈ സർക്കാരിന്റെ ഉദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് നാളെ കാണാം. എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, എത്ര അടിച്ചമർത്തിയാലും എത്ര പോലീസിനെ ഉപയോഗിച്ചാലും ഞങ്ങൾ പിന്നോട്ടില്ല. ഈ കുട്ടികളുടെ, ഈ കുടുംബത്തിന്റെ സഹായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകും. ആ കുടുംബത്തിന്റെ ആവശ്യമാണ് ഇത് മൂന്നും. അത് നടത്തിയിരിക്കണം. ലക്ഷ്മി, എന്തായാലും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഈ മോർച്ചറിക്ക് മുന്നിൽ തടിച്ചുകൂടിക്കൊണ്ട് പന്തം കൊളുത്തിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധങ്ങൾ തുടരും എന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതായത് ആ കുടുംബത്തിന് നീതി വേണം. അതായത് ആ കുട്ടിയുടെ, അതായത് ഈ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിക്കയുടെ ചികിത്സയ്ക്കുള്ള സഹായം അത് പൂർണ്ണമായിട്ടും സൗജന്യമാക്കി നൽകണം. 3,40,000 രൂപയോളം വരുന്ന ശസ്ത്രക്രിയയാണ്. അത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ചെയ്തു നൽകണം. അതോടൊപ്പം തന്നെ ബിന്ദുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം നൽകണം എന്നുള്ള ആവശ്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ആ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ തുടർ സമരങ്ങൾ ഉണ്ടാകും. നാളെ രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരവും ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം ഒരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി തന്നെ മാറ്റിക്കൊണ്ട് ഉള്ള പ്രതിഷേധങ്ങളും നടപടികളുമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ഉണ്ടായപ്പോൾ മുതൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ച് തിരുവഞ്ചൂരിൻ്റെയും അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജിൻ്റെയും ചാണ്ടി ഉമ്മൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ പ്രവർത്തകർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഏറ്റെടുക്കുകയായിരുന്നു. അതിനുശേഷം മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി ശക്തമായിട്ടുള്ള പ്രതിഷേധം എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ അടക്കം ഉണ്ടായിക്കൊണ്ട് ഇരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ പന്തം കൊളുത്തി പ്രകടനം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ മെഡിക്കൽ കോളേജിന് പുറത്തേക്ക് എത്തുന്നു. അതിനു മുമ്പ് അവർ ഈ ബിന്ദുവിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്ന ആംബുലൻസ് തടഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചിരുന്നു. അവിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുമായിട്ട് ചെറിയ രീതിയിലൊരു സംഘർഷവും അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനായിട്ട് പ്രതിഷേധക്കാർ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം ചാണ്ടി ഉമ്മൻ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അവിടെ വലിയ പ്രതിഷേധം തന്നെ അലയടിക്കുകയാണ്. പ്രധാനമായും ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായം ചെയ്യണമെന്നതടക്കം 25 ലക്ഷം രൂപയോളം ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായം അനുവദിക്കണം. ബിന്ദുവിന്റെ മകളുടെ ചികിത്സ സൗജന്യമായി ചെയ്തു കൊടുക്കണം. മകൾക്ക് ജോലി കൊടുക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ. കാരണം ഇത് സർക്കാരിന്റെ, ആ സിസ്റ്റത്തിന്റെ പിഴവാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായതാണ്, അറിയാവുന്നതാണ്. അവിടെ സംഭവിച്ച അനാസ്ഥ എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരാവശ്യമാണ് അവിടെ നിന്നും ഉയരുന്നത്. പ്രതിപക്ഷ സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ ആ ആവശ്യം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു സമരമാണ് അവിടെ ചെയ്യുന്നത്. അതിൽ ബിന്ദുവിൻ്റെ മൃതദേഹമടക്കം തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അവിടെ നിന്നും വളരെ വേഗം പ്രതിഷേധക്കാരെ മാറ്റുകയും മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്തു. നാളെ രാവിലെയോടെ മാത്രമേ വീട്ടിലെത്തിക്കുകയുള്ളൂ. മറ്റൊരു മോർച്ചറിയിൽ, മുട്ടുചിറയിലുള്ള മോർച്ചറിയിലായിരിക്കും മൃതദേഹം സൂക്ഷിക്കുക ഇന്ന് രാത്രി. അതിനുശേഷം നാളെ രാവിലെ 7:30-ക്കാണ് മൃതദേഹം വീട്ടിൽ എത്തിക്കുന്നത്. അവിടെ അതുമായി ബന്ധപ്പെട്ട്, പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കണ്ട സംഘർഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.